വളരെ ഡിലേ ആവും, ചിലപ്പോൾ നടക്കാതെ കൂടെ പോകും. നിങ്ങൾക്ക് നടക്കില്ല, തീർച്ചയായിട്ടും നടക്കില്ല. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു പെയിൻഫുൾ ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിൽ. നമ്മൾ കാലത്തല്ല നമുക്ക് ഒന്നും അറിഞ്ഞൂടാ. നമ്മുടെ കാലത്ത് നിന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പണിയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവർ എന്താന്ന് വെച്ചാൽ ക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ വരുന്നതിന് ഞാൻ ഷൈനി, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലെറ്റ് ഇറ്റ് ഗോയെ കുറിച്ചാണ്. കടമയെ ചെയ്യുക, ഫലത്തെ പ്രതീക്ഷിക്കരുത്, ശരണാഗതി, എല്ലാം നല്ലതിന്, ഇതെല്ലാം മീനിങ്ങും ഒന്ന് തന്നെയാണ്. അതാണ് ലെറ്റ് ഇറ്റ് ഗോ. നമ്മൾ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ എത്ര പേർക്ക് അത് അങ്ങനെ വിട്ടിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നു? ചിലർ ഇത് കറക്റ്റായിട്ട് ചെയ്യും, എന്നാൽ ചിലർ ഇതെല്ലാം ചെയ്തിട്ട് അങ്ങനെ ഇതെന്ന് നടക്കും, എങ്ങനെ നടക്കും, എപ്പോൾ നടക്കും, നടക്കൂലേ, ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മാനിഫെസ്റ്റേഷൻ വളരെ ഡിലേ ആവും, ചിലപ്പോൾ നടക്കാതെ കൂടെ പോകും. സോ അങ്ങനെ ഇരിക്കാൻ പാടില്ല. ചില ടെക്നിക്സും മെത്തേഡ്സും ഒക്കെ ഫോളോ ചെയ്യുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്തിട്ട് അതെല്ലാം അങ്ങനെ വിട്ടിട്ട് നമുക്കെന്ന് പറഞ്ഞൊരു ജീവിതം ഉണ്ടല്ലോ, അതിനെ എൻജോയ് ചെയ്ത് ഇപ്പോൾ പ്രസൻറ്റിലുള്ള ജീവിതത്തിനെ എൻജോയ് ചെയ്ത് വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കുന്നു, അവർ ലെറ്റ് ഇറ്റ് ഗോ ഫോളോ ചെയ്യുന്നു എന്നർത്ഥം. മാനിഫെസ്റ്റേഷനൊക്കെ തീർത്തിട്ട് നമ്മുടെ ജീവിതം സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്നു, അതാണ് ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഓഫീസിൽ പോകുന്നവരായിട്ട്, ഇല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിക്കോട്ടെ, എന്തിനിപ്പോൾ കോളേജിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ കൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. സോ ആരായാലും അവരുടെ ഫീൽഡിൽ സമാധാനമായിട്ടും സന്തോഷമായിട്ടും മാനിഫെസ്റ്റേഷൻ ചെയ്തതിന് ശേഷം ഇരിക്കുന്നതാണ് ലെറ്റ് ഇറ്റ് ഗോ. അവർക്ക് വളരെ ഫാസ്റ്റായിട്ട് അവരുടെ മാനിഫെസ്റ്റേഷൻ റീച്ച് ആകും. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അതിന് ശേഷമുള്ള മൈൻഡ് സെറ്റ് വളരെ റിലാക്സ്ഡ് ആയിരിക്കണം. ഈ ലോ ഓഫ് അട്രാക്ഷനിലും മാനിഫെസ്റ്റേഷനിലും പ്രധാനം ഫീലിംഗ് തന്നെയാണ്. നമ്മളൊരു ടെക്നിക്ക് ചെയ്തു, അത് പ്രപഞ്ചത്തിൽ പോയി, അല്ലെങ്കിൽ ഈശ്വരൻ്റെ അടുത്ത് പോയി, ഇനി അത് നമുക്ക് കിട്ടാൻ പോകുന്നു. ഇനി നമ്മുടെ ജീവിതം ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന മൈൻഡ് സെറ്റിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതല്ലാതെ ഞാൻ ടെക്നിക്ക് ചെയ്തു, ഇത് പ്രപഞ്ചത്തിൽ പോയി ചേർന്നോ, എനിക്ക് കിട്ടുമോ, ഇല്ല അവൻ എന്നെ ഇതുവരെ വിളിച്ചില്ല, എനിക്ക് പണം കിട്ടിയില്ല, ഇങ്ങനെ വിചാരിച്ചാൽ നിങ്ങളുടെ ഫീലിംഗ് എങ്ങനെ ഇരിക്കുന്നു? ഡൗട്ട്, പേടി, ഇതെല്ലാം എന്താണ്? നെഗറ്റീവ് വൈബ്രേഷൻസ്. അപ്പോൾ പ്രപഞ്ചം എന്ത് ചെയ്യും? പ്രപഞ്ചം കൺഫ്യൂസ് ആകും, പ്രപഞ്ചം സ്റ്റക്ക് ആവും. കാരണം ഇവർ ഒരു സമയം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്യുന്നു, ഇപ്പോൾ വന്ന് എനിക്ക് കിട്ടുമോ എന്ന് പറഞ്ഞ് പേടിക്കുന്നു, ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പ്രപഞ്ചം അവിടെ കൺഫ്യൂസ് ആകും. കാരണം പ്രപഞ്ചത്തിന് പ്രത്യേകിച്ച് ഭാഷയൊന്നുമില്ല, പ്രപഞ്ചത്തിന് ഫീലിങ്സ് ആണ് പ്രധാനം. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് കൊടുക്കുന്നു? നെഗറ്റീവ് വൈബ്രേഷൻസ് കൊടുക്കുന്നു. സോ നിങ്ങളൊരു കുറച്ച് നേരം, ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ പോയിരുന്ന് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് ഞാൻ പോസിറ്റീവ് വൈബ്രേഷൻ കൊടുത്തു എന്ന് പറഞ്ഞിരുന്നിട്ട് ബാക്കിയുള്ള ഫുൾ ടൈം നിങ്ങൾ നെഗറ്റീവ് വൈബ്രേഷൻസ് കൊടുത്തിട്ടിരുന്നാൽ നിങ്ങൾക്ക് നടക്കില്ല, തീർച്ചയായിട്ടും നടക്കില്ല. നമ്മൾ പോസിറ്റീവ് വൈബ്രേഷൻസ് കൊടുക്കുമ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ട് എക്സാക്റ്റായിട്ട് യൂണിവേഴ്സിൽ പോയി ചേരും. എന്നാൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ പോസിറ്റീവ് വൈബ്രേഷൻസ് കൊടുത്തിട്ട് അതിനുശേഷം നെഗറ്റീവ് വൈബ്രേഷൻസ് കൊടുക്കുമ്പോൾ യൂണിവേഴ്സ് പറയും, ഓക്കെ ഇവർ ഇപ്പോൾ നെഗറ്റീവ് വൈബ്രേഷൻസ് ആണ് കേൾക്കുന്നത്, സോ നമുക്ക് ഇവർക്ക് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് നമുക്ക് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് തരും. അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് എനിക്ക് നടക്കുന്നില്ല, എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി എൻ്റെ ജോലി കഴിഞ്ഞു. സോ ഇനി നമ്മൾ നമ്മുടേതായ ജീവിതം നന്ദിയോടെ ജീവിക്കാൻ തുടങ്ങിയാൽ മാത്രം മതി. അതാണ് ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ആരെന്ത് പറഞ്ഞാലും അത് അവരവർക്കാണ്. അവരങ്ങനെ പറഞ്ഞു, ഇവരങ്ങനെ പറഞ്ഞു, ആരെന്ത് ചെയ്താലും അത് അവരവർക്കാണ്. സോ നിങ്ങളൊന്നും കാതിൽ വാങ്ങരുത്. ഈ കാതിൽ കേട്ട് ഈ കാതിലൂടെ വിടുക, ഒന്നിനും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കരുത്. സോ നിങ്ങളുടെ ജോലി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുക. അല്ലാതെ അവരെന്ത് പറഞ്ഞാലും ഇവരെന്ത് പറഞ്ഞാലും പറയട്ടെ, അവർക്ക് അതേ അറിയൂ. നിങ്ങൾ പോസിറ്റീവായി നിങ്ങളുടെ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ നെഗറ്റീവ് വൈബ്രേഷൻസ് എല്ലാം പോകും. പോസിറ്റീവ് ആകുമ്പോഴേ നിങ്ങളെ മോശമായിട്ട് സംസാരിക്കുന്നവരെല്ലാം നിങ്ങളെ വിട്ട് പോകാൻ തുടങ്ങും. കാരണം അവർക്ക് വേണ്ടത് നെഗറ്റിവിറ്റിയാണ്. സോ നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല, അവരെ മാറിപ്പോകും. നിങ്ങളുടെ ചിന്തകളെ നിങ്ങളെ നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ചിന്തകളാണ് മനസ്സ്, നെഗറ്റീവും വരും പോസിറ്റീവും വരും. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് അതിനൊരു ഫീലിംഗ് വരുന്നത്. ഫീലിങ്ങിന് തന്നെയാണ് പവർ, ഫീലിംഗ് ആണ് മാനിഫെസ്റ്റ് ആകുന്നത്. സോ നമ്മുടെ തോട്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുമ്പോൾ അതിന് ഫീലിംഗ് വരില്ല. ചിന്തകൾ വന്നു പോയി, ചിന്തകൾക്ക് പവറില്ല, ഫീലിങ്ങിനാണ് പവർ ഉള്ളത്. അതുപോലെ ചിന്തകളെ തടുത്ത് നിർത്തുകയും ചെയ്യരുത്. നമ്മൾ ചിന്തകളെ തടുത്ത് നിർത്തുമ്പോൾ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് അത് വന്ന് അറ്റാക്ക് ചെയ്യും. സോ ചിന്തകൾ വന്നു പോയി, ചിന്തകൾ തന്നെയാണ് മനസ്സ്. സോ ചിന്തകൾ വന്നു, എനിക്ക് എപ്പോഴും തോട്ട്സ് വരുന്നു, അങ്ങനെ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രപഞ്ചത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഫീലിങ്സ് ആണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തോളൂ. ലവ്, റിലേഷൻഷിപ്പ്, ജോബ്, എന്ത് വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തോളൂ. എന്നാൽ ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മണി, ജോബ്, ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാൻ കുറച്ച് ഈസിയാണ്. എന്നാൽ നമ്മുടെ ഈ ലവ്, റിലേഷൻഷിപ്പ് എന്ന് വരുമ്പോഴാണ് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുന്നതും ഇമ്പോർട്ടൻറ്റുമാണ്, എന്നാൽ ടഫുമാണ്. കാരണം ഈ ലവ്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു
ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ലവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു പെയിൻഫുൾ ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ അത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുന്നതും വളരെ കഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഫീലിങ്സ്, ഹാപ്പി ഫീലിങ്സ് ആയാലും കഷ്ടമായാലും അതിങ്ങനെ അട്രാക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലവും ആൻഡ് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ആകണമെങ്കിൽ നിങ്ങൾ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതങ്ങനെ വിടുക. നിങ്ങളുടെ ഈ ജീവിതം, ഇപ്പോഴുള്ള ജീവിതം, അതിപ്പോൾ ഇപ്പോൾ അല്ല, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. സോ നമ്മുടെ കാലത്തിൽ നമുക്ക് ഒന്നും അറിഞ്ഞിട്ട്, നമ്മുടെ കാലത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു. സോ ഞാൻ അറിയാൻ ഒത്തിരി വൈകിപ്പോയി. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. സോ നിങ്ങൾ കോളേജിൽ പഠിക്കുന്നോ, സ്കൂളിൽ പഠിക്കുന്നോ, ഓഫീസിൽ വർക്ക് ചെയ്യുന്നോ, എന്തായാലും ആ ഫീൽഡിൽ നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ്, അതിൽ എൻജോയ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലവ് ആയാലും ശരി, റിലേഷൻഷിപ്പ് ആയാലും ശരി, ജോബ് ആയാലും ശരി, അത് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നിങ്ങൾ സെൽഫ് ലവിലേക്ക് വന്നാലേ എല്ലാം സക്സസ് ആവും. അത് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ മണിയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവർ എന്താണെന്ന് വെച്ചാൽ, മണി എപ്പോൾ വരും, എങ്ങനെ വരും, കിട്ടുമോ, പൈസ കൊടുക്കാൻ പറ്റുമോ, കടം ചോദിച്ചവർക്ക് കേട്ട് വരുമോ, ഇങ്ങനെ നിങ്ങൾ എപ്പോഴും വിചാരിച്ചു കൊണ്ടേയിരിക്കും. അവസാനം എന്താവും എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പേടി തന്നെ അവിടെ മാനിഫെസ്റ്റ് ആവും. സോ അവർ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് കോൾ വരും, എൻ്റെ പൈസ ഇപ്പോൾ എനിക്ക് വേണമെന്ന്. സോ നിങ്ങളാണ് അത് അട്രാക്ട് ചെയ്യുന്നത്. കൊടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. മണിയെക്കുറിച്ച് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പൈസ കിട്ടുന്നതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ചിന്തിക്കേണ്ടതെല്ലാം നിങ്ങൾ വരുന്നതിനെക്കുറിച്ചായിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനത്തെ അഫർമേഷൻസ് പറയുക. ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാകും, പണം എന്നിലേക്ക് ധാരാളമായി വന്നുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ അക്കൗണ്ട് ബാലൻസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, പല വഴികളിലായി എന്നിലേക്ക് ധാരാളം പണം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള അഫർമേഷൻസും നിങ്ങൾ അടിക്കടി പറയുക. ഇങ്ങനെ നമ്മൾ അഫർമേഷൻസ് അടിക്കടി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിയുകയും പിന്നെ അതിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻറ്റ് വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആവാൻ തുടങ്ങും. നമുക്ക് ഇതിനെ ഒന്ന് ലെറ്റ് ഗോ ചെയ്യാനും കഴിയും. പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങൾ പണത്തെക്കുറിച്ച് അവർ ചോദിക്കുമോ എന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതാണ് അവിടെ അട്രാക്റ്റ് ആവുന്നത്. സോ അതിനെ വിട്ടിട്ട് നിങ്ങൾ വരുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ഇങ്ങനത്തെ അഫർമേഷൻസ് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ അതിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുകയും വേണം. നമ്മളിപ്പം പണം ഉണ്ടാക്കാൻ നമുക്ക് എന്തായാലും ഒരു ജോബ്, എന്തെങ്കിലും ഒരു കാര്യം ഇരിക്കുമല്ലോ, അതിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുക, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക. ഭാഗത്തുള്ള സ്റ്റെപ്പ് നമ്മളും എടുക്കുക. അപ്പോൾ യൂണിവേഴ്സ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനത്തെ അഫർമേഷൻസ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള സിറ്റുവേഷൻസ് യൂണിവേഴ്സ് കൊണ്ടു തരികയും ചെയ്യും. നമ്മുടെ മാനിഫെസ്റ്റേഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ച് നമ്മളിങ്ങനെ ലെറ്റ് ഗോ ചെയ്ത് നമ്മുടെ ഇപ്പോഴുള്ള പ്രസൻറ്റിലുള്ള ലൈഫ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.